തനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ അവസരം തരണം എന്ന് അയാൾ അഭ്യർത്ഥിക്കുന്നു. അർജുനന് ഒരു ശംഖും, വിശേഷമായ ഒരു ശംഖും, ഭീമന് അതിവിശേഷമായ ഒരു ഗദയും അവിടെ നിന്ന് അദ്ദേഹം കൊണ്ടുവന്ന് നൽകുന്നു. ഇന്ദ്രനീല നിർമ്മിതമായ നിരവധി സരസ്സുകളും മനോഹരങ്ങളായ പൂന്തോട്ടങ്ങളും കൊണ്ടുള്ള ഒരു സഭ 14 മാസം കൊണ്ട് പൂർത്തിയാകുന്നു. നമസ്കാരം. ജസ്റ്റ് ഡീകോഡ് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്കും സ്വാഗതം. ഖാണ്ഡവവനം ദഹിപ്പിച്ച് കഴിഞ്ഞ കഥയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. അവിടെ നിന്ന് രക്ഷപ്പെട്ടത് 4 ശാർംഗക പക്ഷികളും മയൻ എന്ന ഒരു അസുരനും ഒപ്പം അശ്വസേനൻ എന്ന ഒരു നാഗവുമാണ് എന്ന് പറയുകയുണ്ടായി. ഈ മയൻ വളരെയധികം നന്ദി കൊണ്ട് വീർപ്പുമുട്ടുന്ന അവസ്ഥയിലെത്തി. തൻ്റെ ജീവനാണ് രക്ഷിച്ചത്. അർജുനനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ചെന്നഭയം പ്രാപിച്ചപ്പോൾ കരുണയോടുകൂടി രക്ഷിച്ചയാളാണ്. അത്തരം കരുണയോടുകൂടി രക്ഷിച്ച ആളിന് തിരികെ എന്തെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് വലിയ നന്ദികേടായിത്തീരും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനായി അങ്ങേയറ്റം ആഗ്രഹിച്ചു. അദ്ദേഹം അർജുനനൊക്കെ ചെന്ന് പറഞ്ഞു, തനിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനായി ഒരു അവസരം തരണം. അർജുനൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ജീവരക്ഷണം ചെയ്തു എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒരു ഉപകാരം ചെയ്തിട്ട്, ഒരു കാര്യം ചെയ്തിട്ട് അതിന് പ്രത്യുപകാരമായി അല്ലെങ്കിൽ പ്രതിഫലമായി എന്തെങ്കിലും വാങ്ങിക്കുന്നത് മോശമാണ്. അതുകൊണ്ട് അങ്ങനെക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും മയന് നിർബന്ധം. അങ്ങനെയല്ല, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണം, എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അങ്ങേക്ക് തരാതെ പോകുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് തികഞ്ഞ നന്ദികേടാകും. അപ്പോൾ അർജുനൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങ് ഒരു കാര്യം ചെയ്യൂ. അങ്ങ് കേശവന് എന്താണ് വേണ്ടത്, കൃഷ്ണൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യൂ. അദ്ദേഹത്തിന് ചെയ്തു കൊടുത്താൽ മതി. അത് എനിക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ്, എനിക്കത് തീർച്ചയായും സന്തോഷകരമാണ് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ മയൻ കൃഷ്ണന്റെ സമീപം ചെന്നു. ഞാൻ എന്താണ് അങ്ങേക്കൊരു ഉപകാരം ചെയ്യുക? കൃഷ്ണൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് നല്ലൊരു രാജഗൃഹമില്ല, ഒരു രാജസഭയില്ല. അപ്പോൾ ഒരു മനോഹരമായ സഭ അങ്ങ് പണിഞ്ഞു കൊടുക്കണം. മയൻ അസുര ശില്പിയാണ്. അതുകൊണ്ട് തന്നെ നല്ല വിശ്വകർമാവിനെ പോലെ അല്ലെങ്കിൽ വിശ്വകർമാവിനേക്കാൾ മനോഹരമായ രീതിയിൽ ശില്പ വൈദഗ്ധ്യമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സഭ അങ്ങേക്ക് പണിയാൻ സാധിക്കുമെന്നുള്ളത്, അദ്ദേഹത്തിന് പണിയാൻ സാധിക്കുമെന്നുള്ളത് കൃഷ്ണന് സംശയമില്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, അങ്ങൊരു സഭ പണിഞ്ഞു കൊടുക്കണം. മയൻ പറഞ്ഞു, തീർച്ചയായും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അങ്ങനെ ഒരു സഭ പണിഞ്ഞു കൊടുക്കാം. അദ്ദേഹം 10,000 ഒരു കിഷ്കു എന്നൊരളവാണ് പറയുന്നത്, അത്രയും യോജന, അത്രയും വലിപ്പമുള്ള ഒരു സ്ഥലം അളന്നുമാറ്റി കുറ്റിയടിച്ച് രാജ്യസഭ പണിയാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു, പണ്ട് വൃഷപർവാവ് എന്ന അസുര രാജാവ് ഹിമാലയത്തിനടുത്ത് ഒരു സ്ഥലത്ത് കുറേ സാധനങ്ങൾ, സ്വർണവും രത്നവും ഒക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ യാഗങ്ങൾക്ക് ശേഷം കൂട്ടിയിട്ടുണ്ട്. ആ സ്ഥലം എനിക്കറിയാം, ഞാൻ അവിടെ പോയി അത് എടുത്തുകൊണ്ടുവരാം. ഒപ്പം ഞാൻ തന്നെ പണി കഴിപ്പിച്ചു വെച്ച ധാരാളം ഉപകരണങ്ങൾ അവിടെയുണ്ട്, ഇതെല്ലാം ഞാൻ പോയി എടുത്തുകൊണ്ടുവരാം എന്ന് പറഞ്ഞ് അർജുനന്റെയും ഭീമന്റെയും ഒക്കെ സമ്മതം വാങ്ങി അദ്ദേഹം ഹിമാലയത്തിലേക്ക് യാത്രയായി. അങ്ങനെ ഹിമാലയത്തിൽ പോയി വന്ന അദ്ദേഹം അർജുനനും ഭീമനും 2 ദിവ്യമായ ആയുധങ്ങളും, ദിവ്യമായ ആയുധം എന്ന് പറഞ്ഞുകൂടാ, ദിവ്യമായ ഉപഹാരങ്ങളും സമ്മാനിച്ചു. അർജുനന് നൽകിയത് ഒരു ശംഖായിരുന്നു, ദേവദത്തം എന്ന ശംഖ്. കൃഷ്ണന്റെ ശംഖിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പാഞ്ചജന്യം എന്നാണ് ആ ശംഖിന്റെ പേര്. അർജുനന്റെ ശംഖിന്റെ പേര് ദേവദത്തം എന്നായിരുന്നു. ഭീമന് വിശിഷ്ടമായ ഒരു ഗദയാണ് കൊടുത്തത്. ആ ഗദ ആണ് അദ്ദേഹം പിന്നീട് തൻ്റെ ഒരുപാട് യുദ്ധങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. ആ ഗദയ്ക്ക് വൃഗോദരം എന്നൊരു പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. വ്യക്തമായതിൻ്റെ പേര് എവിടെയും അങ്ങനെ പരാമർശിച്ചതായി കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെ മനോഹരമായൊരു ഗദയും ഒരു ദേവദത്തം എന്ന ശംഖും ഇവർക്ക് നൽകി. പിന്നെ ധാരാളം രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ കൊണ്ടുവന്ന് മയൻ പണി ആരംഭിച്ചു. അങ്ങനെ 14 മാസങ്ങൾ കൊണ്ട് വളരെ വലിയ ഒരു ഗൃഹം അവിടെ പണി കഴിപ്പിക്കപ്പെട്ടു. വലിയൊരു രാജസഭ അവിടെ പണി കഴിപ്പിക്കപ്പെട്ടു. വളരെ വിശാലമായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജസഭയായിരുന്നു അത്. കൊട്ടാരവും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ സഭ. ഇന്ദ്രനീല കല്ല് പതിച്ച
ധാരാളം സരസ്സുകൾ ആ സഭയിൽ ഉണ്ടായിരുന്നു. ആളുകൾക്ക് തെറ്റിപ്പോകും, ഇത് കുളമാണോ അല്ല കരയാണോ എന്ന് സംശയിച്ച ആൾക്കാർ ചെന്ന് വീഴുന്ന തരത്തിലുള്ള ധാരാളം പ്രത്യേകതകൾ നിറഞ്ഞ നിർമ്മിതിയായിരുന്നു അവിടെ. നല്ല പൂന്തോട്ടങ്ങളും ഒക്കെ കൊണ്ട് അതിമനോഹരമായ ഒരു സഭ കേവലം 14 മാസങ്ങൾ കൊണ്ട് പാണ്ഡവർക്ക് വേണ്ടി മയൻ പണി കഴിപ്പിച്ച് നൽകി. അങ്ങനെ തൻ്റെ ജീവനെ രക്ഷിച്ച അർജുനനും പാണ്ഡവർക്കുമുള്ള ഉപകാരം മയൻ അവിടെ ചെയ്തു. ചുമ്മാതിരുന്ന ഒരു സ്ഥലത്ത് പോയി തീ പിടിപ്പിച്ചിട്ടാണ് ജീവൻ രക്ഷിക്കേണ്ടി വന്നത് എന്നത് മറ്റൊരു രസകരമായ വസ്തുതയാണിതിൽ. ഏതായാലും ജീവൻ രക്ഷിച്ചല്ലോ, അതിന് വലിയ നന്ദി അർജുനനോടുണ്ടായിരുന്നു. ഈ സഭാപ്രവേശത്തിനായിട്ട് ധാരാളം രാജാക്കന്മാർ പല സ്ഥലങ്ങളിൽ നിന്നായി വന്നു ചേർന്നു. പല തരത്തിലുള്ള രാജാക്കന്മാർ എത്തിച്ചേർന്നു. ശിശുപാലൻ, അങ്ങനെ തുടങ്ങി പല ഇതിലുള്ള ഇവരുടെ ശത്രുക്കളെന്ന് പറയാവുന്നവർ പോലും എത്തിച്ചേർന്നു. അങ്ങനെ വളരെ കേമമായി ഘോഷമായി സഭാപ്രവേശം നടന്നു. അങ്ങനെ യുധിഷ്ഠിരൻ എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി ഖണ്ഡവ പ്രസ്ഥം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം പല കാര്യങ്ങൾ യുധിഷ്ഠിരനോട് ഉപദേശിച്ചു. അതിൽ പ്രധാനമായും രാജനീതിയാണ്. ഞാൻ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, മഹാഭാരതം എന്നത് കൂടുതലും സംഭാഷണമാണ്. കഥയേക്കാൾ ഉപരിയായി പലതരത്തിലുള്ള സംഭാഷണങ്ങൾ, ആധ്യാത്മികവും അല്ലെങ്കിൽ ഭൗതികവുമായ അറിവുകൾ പകർന്നു തരുന്ന സംവാദങ്ങളാണ് മഹാഭാരതത്തിൻ്റെ കാമ്പ് എന്ന് പറയുന്നത്. നാരദൻ ഈ രാജസഭയിലെത്തിയതിനു ശേഷം യുധിഷ്ഠിരനോട് നിരവധി കാര്യങ്ങളെപ്പറ്റി, രാജതന്ത്രത്തെപ്പറ്റി അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്. വളരെ വിശാലമായ ഉപദേശമാണ്, അതിവിടെ പരാമർശിക്കുന്നില്ല. ചാരന്മാരെ നിയോഗിക്കേണ്ടത്, തൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണ്, മിത്രങ്ങൾ ആരൊക്കെയാണ്, എങ്ങനെ രാജാവ് ആൾക്കാരിൽ നീതി പ്രവർത്തിക്കണം, എന്തൊക്കെയാണ് രാജാവിൻ്റെ കടമകൾ, ഇങ്ങനെ വളരെ വിശാലമായ ഒരു ഉപദേശം നാരദൻ കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നാരദനോട് യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട്, അങ്ങ് ലോകത്ത് പല സ്ഥലത്തും പോയിട്ടുള്ളയാളാണല്ലോ, അങ്ങ് ലോകസഞ്ചാരിയാണല്ലോ, അപ്പോൾ അങ്ങ് ഇതുപോലൊരു സഭ ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നാരദൻ പറയുന്നു, ഇല്ല, ഇത്രയും വൈശിഷ്ട്യമാർന്ന ഒരു സഭ ഞാൻ ലോകത്ത് ഒരിടത്തും കണ്ടിട്ടില്ല. അദ്ദേഹം ബ്രഹ്മദേവന്റെ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്, യമദേവന്റെ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്, വരുണന്റെ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇന്ദ്രന്റെ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ പല രാജസഭകളെക്കുറിച്ച് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഇത്രയും മനോഹരമായ ഒരു സഭ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. യുധിഷ്ഠിരനൊക്കെ വലിയ സന്തോഷമാകുന്നു, തങ്ങൾ അത്ര വിശിഷ്ടമായ ഒരു സഭയിലാണല്ലോ താമസിക്കുന്നത് എന്ന്. തങ്ങളുടെ വീട് മനോഹരമാണ് എന്ന് ആളുകൾ പറയുമ്പോൾ ഉണ്ടാകുന്ന, ഗൃഹസ്ഥനുണ്ടാകുന്ന സന്തോഷം പോലെ യുധിഷ്ഠിരന് വലിയ സന്തോഷമുണ്ടാകുന്നു. ആ കൂട്ടത്തിൽ നാരദൻ ഒരു കാര്യം പറയുന്നു, ഞാൻ സ്വർഗലോകത്ത് വെച്ച് പാണ്ഡുവിനെ കാണുകയുണ്ടായി. അപ്പോൾ പാണ്ഡു പറഞ്ഞു, പറ്റുമെങ്കിൽ രാജസൂയം എന്ന യജ്ഞം നടത്താൻ തൻ്റെ മകനോട് പറയണം എന്ന്. അപ്പോൾ യുധിഷ്ഠിരൻ ഒരല്പം ചിന്താകുലനാകുന്നു. കാരണം എളുപ്പം അങ്ങനെ നടത്താൻ പറ്റിയ ഒരു യജ്ഞമല്ല രാജസൂയം. ധാരാളം മുന്നൊരുക്കങ്ങൾ അതിനായി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് യുധിഷ്ഠിരന് തന്നെ നിശ്ചയമില്ല. സ്വാഭാവികമായും യുധിഷ്ഠിരൻ ഇത് ഏറ്റവും ആദ്യം ആലോചിക്കുക ആരോടാകും? കൃഷ്ണനോട് തന്നെ. അദ്ദേഹം ഉടൻ തന്നെ ദൂതനെ കൃഷ്ണന്റെ സമീപത്തേക്ക് പറഞ്ഞു വിട്ടു. കൃഷ്ണൻ ദൂതൻ ഇത് വന്നറിയിച്ചപ്പോൾ തന്നെ നേരെ ഖണ്ഡവപ്രസ്ഥത്തിലേക്ക്, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തിച്ചേർന്നു. കൂടിയാലോചനകൾക്കായിട്ട് എത്തിച്ചേർന്നു. കൃഷ്ണൻ പറയുന്നു, തീർച്ചയായിട്ടും രാജസൂയം നല്ലതാണ്, രാജസൂയം നടത്തേണ്ടതുണ്ട്. പക്ഷേ അതിന് വലിയ ഒരു കടമ്പ കടക്കണം. ഒരു രാജാവിനെ വധിച്ചാൽ മാത്രമേ രാജസൂയം നടത്താൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം കുറേ രാജാക്കന്മാരെ തടവിലാക്കി വെച്ചിട്ടുണ്ട്. ഈ തടവിലാക്കപ്പെട്ട രാജാക്കന്മാരെയൊക്കെ മോചിപ്പിക്കാതെ രാജസൂയം നടത്താൻ പറ്റില്ല. മാത്രമല്ല, ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിൽ അന്നുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരുടെയും മുകളിൽ അധീശത്വം സ്ഥാപിച്ചുകൊണ്ടേ രാജസൂയം നടത്താൻ സാധിക്കുകയുള്ളൂ. അതിന് ഈ രാജാവിനെ കീഴടക്കണം. ഞങ്ങൾ തന്നെ ആ രാജാവിനെ, അയാളെ പേടിച്ച് ഓടുകയാണ് ഉണ്ടായത്. അങ്ങനെ കൃഷ്ണനെ യാദവരെ പോലും പേടിപ്പിച്ച് ഓടിച്ച ഒരു രാജാവിനെയാണ് കീഴടക്കണം എന്ന് പറയുന്നത്. അത് ആരായിരുന്നു ആ രാജാവ്? രാജാക്കന്മാരുടെ രാജാവ് നടത്തുന്ന യജ്ഞമാണ് രാജസൂയം. അപ്പോൾ ഈ രാജസൂയത്തിന് എല്ലാ രാജാക്കന്മാരെയും കീഴടക്കുന്ന, അശ്വമേധം പോലെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട യജ്ഞമാണത്. എല്ലാ രാജാക്കന്മാരും ഈ രാജാവിൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കേണ്ടതുണ്ട്. അതിനാണ് കൃഷ്ണൻ നേരത്തെ പറഞ്ഞ ആ രാജാവിനെ കൂടെ കീഴടക്കിയാൽ മാത്രമേ രാജസൂയം ഫലപ്രാപ്തിയിലേക്ക് എത്തുകയുള്ളൂ.
അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് ആ രാജാവിനെ കീഴടക്കണം എന്നത്. ആരാണ് ആ രാജാവ്, ആ രാജാവിൻ്റെ പിന്നിലെ വിശിഷ്ടമായ കഥ, ഇതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. മഹാഭാരതത്തിൻ്റെ ഈ വിചിത്രവും അല്ലെങ്കിൽ അതുപോലെ വൈപുല്യവുമാർന്ന കഥകൾ കേൾക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കഥയുമായി കാണാം. ഈ കഥയുടെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. നമസ്കാരം.